തൻ്റെ നേതൃത്വത്തിൽ എത്രയോ വിജയങ്ങളാണ് അല്ലെങ്കിൽ എത്രയോ നേട്ടങ്ങളാണ് BJP കൈവരിച്ചത്. തൃശ്ശൂർ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ പാർലമെൻറ്റിലെത്തിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല 20% വോട്ടുകൾ നേടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കഴിഞ്ഞു. ആറ്റിങ്ങലിലും വലിയ സാധ്യതയൊന്നുമില്ലായിരുന്ന ആറ്റിങ്ങലിൽ വി മുരളീധരനും അതുപോലെ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനുമൊക്കെ ഉജ്ജ്വലമായ പോരാട്ടമാണ് കാഴ്ചവെച്ചത്. അതെല്ലാം തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോഴാണ്. അതിന് മുമ്പ് തന്നെ മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പിൽ നല്ല പോരാട്ടമാണ്. കേവലം 86 വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെടുന്നത്, കെ സുരേന്ദ്രൻ തന്നെ പരാജയപ്പെടുന്നത്. കോന്നി ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹത്തിന് അഭിമാനകരമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിച്ച്, അത് ശബരിമല വിഷയം കത്തിക്കയറി നിൽക്കുന്ന സമയത്താണ് മത്സരിച്ച് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഫീല് ജനറേറ്റ് ചെയ്യാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം ട്രാക്ക് റെക്കോർഡായി അദ്ദേഹത്തിന് മുമ്പിലുണ്ട്. അപ്പോൾ പിന്നെ പാലക്കാട് സംഭവിച്ച വീഴ്ച, അത് നഗരസഭയുടെ മേൽ ചാരാനാവുമോ അതോ താൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണോ? ഈ ഒരു സന്ദേഹത്തിലാണ് ശ്രീ കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രൻ ആരെയും പരസ്യമായി കുറ്റപ്പെടുത്തിയില്ല. അതിൻ്റെ പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ചിലരുടെ പരാജയമല്ല സംഭവിച്ചതെന്ന് ഓർക്കണം. 2016 ശോഭാ സുരേന്ദ്രൻ നേടിയ 40,000 വോട്ട് നിലനിർത്താനായിട്ടില്ല. 2021 ഈ ശ്രീധരൻ മെട്രോമാൻ നേടിയ വലിയ നമ്പർ 50,000-ലധികം വോട്ടുകൾ നിലനിർത്തുന്നത് പോയിട്ട് അതിൽ നിന്നും 11,000 വോട്ടാണ് ഇപ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് കുറവ് വന്നത് എന്നോർക്കണം. അതുമാത്രമല്ല BJPക്ക് ഈ നഗരസഭാ മേഖലയിൽ ഉണ്ടായിരുന്ന മേൽക്കൈ, ഒരു 7,000-ഓളം മേൽക്കൈ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ ഇതാ ഷാഫി പറമ്പിൽ നഗരസഭാ മേഖലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി 5,000-ലധികം വോട്ടിന് BJPയുടെ സ്ഥാനാർത്ഥിയേക്കാൾ മുകളിലാണ്. അങ്ങനെ വരുമ്പോൾ പാലക്കാട് നഗരസഭാ പരിധിക്കുള്ളിൽ, അവിടെയാണ് BJPയുടെ ശക്തി കേന്ദ്രവും, വളരെ വലിയ ഒരു സെറ്റ് ബാക്കാണ് BJPക്ക് സംഭവിച്ചിരിക്കുന്നത്. അതിന് സുരേന്ദ്രൻ എന്ത് പഠിച്ചു എന്ന് ചോദിക്കാൻ വരട്ടെ. അവിടെയാണ് ട്വിസ്റ്റ്. സുരേന്ദ്രൻ്റെ നോമിനിയാണ് സി കൃഷ്ണകുമാർ എന്നത് പരസ്യമായ രഹസ്യമാണ്. അത് സുരേന്ദ്രൻ തന്നെ പറയാതെ പറഞ്ഞു വെച്ചു. അദ്ദേഹം പറഞ്ഞു 3 സ്ഥാനാർത്ഥികളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ശ്രീ കുമ്മനം രാജശേഖരൻ ചെയർമാനായ ഒരു സമിതി എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ചതിന് ശേഷം 3 പേരുടെ ലിസ്റ്റാണ് കൊണ്ടുവന്നത്. അതിൽ 2 പേരെ വിസമ്മതമറിയിച്ചു. 3-ാമത്തെ ആളാണ് ഈ പറയുന്ന സി കൃഷ്ണകുമാർ. അദ്ദേഹത്തിനും താല്പര്യമില്ലായിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് നിർബന്ധിച്ചാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ശ്രീ കെ സുരേന്ദ്രനാണ്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ 3 പേർക്കും താല്പര്യമില്ലാതായത് എന്തുകൊണ്ട്? പാലക്കാടെന്ന് പറയുന്നത് ഒരു സ്റ്റാർ മണ്ഡലമാണ്, 5 സ്റ്റാർ മണ്ഡലമാണ്, അല്ലെങ്കിൽ A ക്ലാസ് മണ്ഡലമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു വരാനുള്ള ഒരു അന്തരീക്ഷമുള്ള ഒരു മണ്ഡലമാണ്. BJPയുടെ കാഡർ സംവിധാനം അതിശക്തമാണ്, പ്രത്യേകിച്ചും നഗരമേഖലയിൽ. അതുകൊണ്ട് ഗ്രാമമേഖലയിൽ മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ പിന്നാക്കം മറികടക്കാൻ തക്ക മേൽക്കൈ പാലക്കാട് നഗരസഭാ മേഖലയിൽ ഉണ്ടെങ്കിൽ ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചെറിയ പടലപിണക്കങ്ങളുണ്ട് എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ സി കൃഷ്ണകുമാറിൻ്റെ പിന്നിൽ കളിച്ചത് കെ സുരേന്ദ്രൻ തന്നെയാണ്. അതാരെ ഒഴിവാക്കാനായിരുന്നു? അത് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കാനായിരുന്നോ? ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ ഒരു ഫൈറ്ററാണ്. സി കൃഷ്ണകുമാറിനേക്കാൾ എത്രയോ മേലെ നിൽക്കുന്ന ഒരു ഫൈറ്ററാണ്. ഒരു പാൻ കേരള പ്രതിച്ഛായുള്ള ഒരു നേതാവാണ്. എവിടെയെല്ലാം മത്സരിച്ചോ അവിടെയെല്ലാം കടുത്ത മത്സരം കാഴ്ചവെക്കാൻ, ഒരിക്കലും വിജയിച്ചില്ല എങ്കിൽ പോലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ്റെ ഒരു നല്ല പങ്കാളിയല്ല, അല്ലെങ്കിൽ നല്ല ചേരിയിലല്ല, സുരേന്ദ്രൻ ചേരിയിലല്ല. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് BJPക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന പൊതുവെ ഒരു മതിപ്പാണ്. ഇതൊരു BJP ഒരു കേഡർ പാർട്ടിയാണ്. അതൊരു കോൺഗ്രസ് പാർട്ടി പോലെ ഗ്രൂപ്പിസത്തിന് പേരുകേട്ട പാർട്ടിയൊന്നുമല്ല. എങ്കിൽ പോലും വി മുരളീധരൻ നയിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതിൻ്റെ ഭാഗമാണ് കെ സുരേന്ദ്രൻ. അല്ലെങ്കിൽ അവർ ചക്കരയും തേങ്ങാപ്പീരയും പോലെയാണ്. മറുവശത്ത് കൃഷ്ണദാസ് പക്ഷം ഇപ്പം ലേശം ദുർബലമാണ്. അങ്ങനെ 2 പക്ഷങ്ങളാണ്. പക്ഷേ ഇവിടെ വി മുരളീധരനോട് ചോദിച്ചു തിരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ കാരണം. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, സുരേന്ദ്രനോട് അടുപ്പമുണ്ടെന്ന് കരുതപ്പെടുന്ന മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് പറയുന്നതെന്ന് ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മഹാരാഷ്ട്രയുടെ ചുമതലയിലായിരുന്നു. കെ സുരേന്ദ്രനോട് ചോദിക്കൂ, അദ്ദേഹമായിരുന്നു ഇവിടുത്തെ ചുമതല. അപ്പോൾ എല്ലാ പഴിയും കേൾക്കാൻ വിധിക്കപ്പെട്ടത് ചതിയൻ ചന്തു എന്ന് BJPയുടെ നേതാക്കൾ പോലും പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരാൾ കെ സുരേന്ദ്രനാണ്. അപ്പോൾ
സി കൃഷ്ണകുമാർ പരാജയപ്പെട്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദി കെ സുരേന്ദ്രനാണ് എന്ന് വിധി എഴുതാൻ നിൽക്കുമ്പോഴാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും ചിന്തകൾ വരുന്നത്. നഗരസഭയ്ക്കെതിരെ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയ്ക്കെതിരെ വളരെ വലിയ തോതിലുള്ള അസംതൃപ്തി പാലക്കാട് ജനങ്ങൾക്കുണ്ട്, പാലക്കാട് നഗരത്തിലെ ജനങ്ങൾക്കുണ്ട്. അവിടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനമാകട്ടെ, മറ്റു പല കാര്യങ്ങളാകട്ടെ, നഗരസഭ വേണ്ട ശുഷ്കാന്തി കാട്ടുന്നില്ല. 2 പ്രാവശ്യം തുടർച്ചയായി ഭരണത്തിൽ വന്ന നഗരസഭയ്ക്കെതിരെ വിരൽ ചൂണ്ടപ്പെട്ടപ്പോൾ നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി പ്രമീള ശശിധരൻ അവർ പരസ്യമായി തന്നെ BJP സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആരോപണമെന്ന് പറയുന്നത് ശരിയല്ല, അതൃപ്തി പറയുകയാണ്. അവർ പറയുന്നത് വളരെ വളരെ രസകരമായ കാര്യമാണ്. ഞങ്ങളുടെ എല്ലാം സംവിധാനം പൂർണ്ണമായി സി കൃഷ്ണകുമാർ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ സി കൃഷ്ണകുമാറിനെ നിർത്തിയതിന് പിന്നിൽ ഞങ്ങളുടെ ആരുടെയും ചിന്തയുണ്ടായില്ല. ഞങ്ങൾ അദ്ദേഹത്തെ വേണ്ട എന്ന് പറഞ്ഞതാണ്. അദ്ദേഹത്തിന് ഉപരിയായി ആരെയെങ്കിലും പരിഗണിക്കണം എന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെയാണ് പ്രൊവൈഡ് ചെയ്തത്. ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ടു നടന്നു. അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ട് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ വീണ്ടും പ്രതിക്കൂട്ടിലാവുകയാണ്. അതുപോലെ തന്നെ ശിവരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗം, BJPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശിവരാജനും ചില തുറന്നു പറച്ചിലുകൾ നടത്തി. അങ്ങനെ നോക്കുമ്പോൾ നാനാഭാഗത്തു നിന്നും കുരമ്പുകൾ ഏൽക്കുകയാണ്. അപ്പം അഭിമന്യുവിനെ പോലെയായി ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥയായി മാറി കെ സുരേന്ദ്രൻ്റേത്. അപ്പോൾ ഒരു പരാജയവും ഒരു സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്ദേഹം പരിഭവിക്കുന്ന ഇതാണ്. വി മുരളീധരൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു, അവിടെ നിറംകെട്ട പ്രകടനമുണ്ടായി. അപ്പോൾ ആ സമയത്തൊന്നും ഉയരാത്ത ഈ ഒരു രാജ്യ ആവശ്യം ഇപ്പോൾ ഉയരുന്നത് എന്തുകൊണ്ടാണ്? തന്നോട് കരുണ കാണിക്കൂ എന്ന രീതിയിലാണ് കെ സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനിയുള്ള നാളുകൾ ഒരുപക്ഷെ BJPയുടെ അകത്തളങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? വലിയ മോഹങ്ങളാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിലാണ് BJP ഇപ്പോഴത്തെ നിലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ 1-ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 2-ാം സ്ഥാനത്ത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ ഡബിൾ ഡിജിറ്റിലേക്ക് ഒറ്റയടിക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം എത്തിക്കാൻ കഴിയുന്ന ഒരു നിലയിലാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള വളർച്ചയാണ് നാളിതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഏറ്റവും അധികം വിജയിച്ചു വരാൻ സാധ്യതയുണ്ടായിരുന്ന പാലക്കാട് പോലും 18,000-ൽ പരം വോട്ടിന് 2-ാം സ്ഥാനത്തായി പോയി എന്ന് പറയുമ്പോൾ BJPക്ക് പിന്നെ എവിടെയാണ് വിജയിച്ചു വരാൻ കഴിയുക? ആ ചോദ്യചിഹ്നമാണ്. കെ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ എത്ര കാലം BJPക്ക് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാനാവും എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.